ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. എനിക്കിന്ന് കുറേ പരിപാടികളുണ്ട്. ഫസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കാറിൽ ഫ്യൂവലില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം എനിക്ക് ഷോപ്പിലോട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അവിടെ വീക്കെൻഡിൽ കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ സാധനങ്ങൾ വേഗം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇന്ന് എൻ്റെ മോളും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അവൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല, പാരൻസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്കൂളില്ല, അപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ നല്ല തിരക്കുണ്ട് അവിടെ, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരു സ്ലോട്ട് കിട്ടി. അപ്പോൾ ഞാനതിൽ കയറിയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. നാട്ടിലത്തെ പോലെയല്ല. നാട്ടിൽ നമുക്ക് ഫില്ല് ചെയ്ത് തരാൻ ആളുണ്ടാവുമല്ലോ. ഇവിടെ നമുക്ക് ഷോപ്പിൽ പോയി പേ ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഫ്യൂൽ സ്റ്റേഷനിലും നമുക്ക് അവിടെ നിന്ന് നമ്മൾ തന്നെ പേ ചെയ്യാനും പറ്റും കാർഡ് വെച്ചിട്ട്. അങ്ങനെ പേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ക്യാഷ് ആൻഡ് ക്യാരി ഉണ്ട്, ബുക്കർ എന്നാണ് പറയുക. അത് ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു കാർഡുണ്ട്, അത് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാനില്ല, പക്ഷേ നമുക്ക് പോയിട്ട് നമുക്ക് കടയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഡൊക്കെ സ്കാൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ആവാൻ പറ്റും. എന്നിട്ട് നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് ആവശ്യമുള്ളതൊക്കെ ഞാനിങ്ങനെ എടുക്കണം കേട്ടോ. അങ്ങനെ അതൊരു വലിയ ക്യാഷ് ആൻഡ് ക്യാരി ആണ്. നമുക്കെല്ലാം മേടിക്കാൻ കിട്ടും, പക്ഷേ ബൾക്കായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ടൊന്നും കിട്ടത്തില്ല. നമുക്കിപ്പോൾ ഒരു ട്രേ മൊത്തം അങ്ങനെയൊക്കെയാണ് മേടിക്കാൻ പറ്റുള്ളൂ, എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്ക് അതൊക്കെ കൊടുന്ന് വീട്ടിലൊക്കെ കീപ്പ് ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമാണ് അങ്ങനെ മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഷോപ്പ് ചെയ്ത് പിന്നെ ഞാനൊരു ലോഡർ ഫ്രൈസും കഴിച്ച് വീട്ടിൽ പോയി.